ബീഹാറിൽ സർ എന്ന പേരിൽ ഈ വോട്ടേഴ്സ് പട്ടികയുടെ പരിഷ്കാരമാണ്. ഒരു വോട്ട് നിരോധനം പോലെ വോട്ട് നിരോധനത്തിന് സാമ്യമായിട്ടുള്ള ഒരു സംഭവമാണ് അവിടെ നടക്കുന്നത്. അത് ജനാധിപത്യ പ്രക്രിയയ്ക്ക് വലിയ ഏൽപ്പിക്കുമെന്ന് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. വിദേശ നയത്തിലുണ്ടായിട്ടുള്ള ചോർച്ച, ഇറാന് നേരെ അമേരിക്കയും ഇസ്രയേൽ നടത്തിയ ആക്രമണത്തെ അപലപിക്കാൻ പോലും ഇന്ത്യ സർക്കാർ തയ്യാറായില്ല. അതുമാത്രമല്ല, കഴിഞ്ഞ സംഭവവികാസങ്ങളിൽ ഇന്ത്യ ഒറ്റപ്പെട്ടു എന്നുള്ള പ്രതീതിയുണ്ട്. ഈ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം പോലും വളരെ അപൂർവം രാഷ്ട്രങ്ങൾ മാത്രമേ ഇന്ത്യയുടെ തുണയ്ക്ക് എത്തിയിട്ടുള്ളൂ എന്നുള്ള വളരെ അസ്വസ്ഥജനകമായിട്ടുള്ള ഒരു വാർത്ത കൂടി ഞങ്ങൾ അവിടെ പങ്കുവച്ചിരുന്നു. ഈ വിഷയങ്ങൾക്ക് പുറമെ കേരളവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. കേരളത്തിൽ ആശാ വർക്കേഴ്സിനെ ഹെൽത്ത് വർക്കേഴ്സായി അംഗീകരിക്കുന്ന വിഷയം, അതുപോലെ തന്നെ ഗവർണർമാരെ ഉപയോഗിച്ചുകൊണ്ട് പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഭരണ അസ്ഥിരത സൃഷ്ടിക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങൾ, പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളുടെ ഫണ്ട് തടഞ്ഞു വെക്കുന്ന കാര്യങ്ങൾ, ഇതുപോലുള്ള ഫെഡറൽ ഇഷ്യൂസും ഞങ്ങൾ റേസ് ചെയ്യാൻ പോവുകയാണ്. ഇക്കാര്യവും ഗവൺമെൻറ്റിനെ ധരിപ്പിച്ചിട്ടുണ്ട്. അടിയന്തര പ്രമേയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സർക്കാർ അനുവദിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. സർക്കാർ എല്ലാ വിഷയവും, സർക്കാർ തുടക്കത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ എല്ലാ വിഷയവും ചർച്ച ചെയ്യാൻ സർക്കാർ തയ്യാറാണെന്നാണ്. പക്ഷേ മുമ്പുള്ള സർവകക്ഷി യോഗത്തിൻ്റെ തുടക്കത്തിലും ഇതുപോലുള്ള സമീപനമാണ് സർക്കാർ സ്വീകരിച്ചിരുന്നത്. പക്ഷേ അങ്ങനെ സ്വീകരിക്കുന്ന സർക്കാർ പിന്നീട് കാല് വലിക്കുന്ന ഒരു സമീപനമാണ് ഉണ്ടാകുന്നത്. മണിപ്പൂർ വിഷയത്തെക്കുറിച്ച് ചർച്ച വേണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടു. ഇതുവരെ ചർച്ച അനുവദിച്ചിട്ടില്ല. എന്തായാലും മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം ദീർഘിപ്പിക്കുന്ന പ്രമേയം പാർലമെൻറ്റിൽ വരുന്നുകൊണ്ട്, അതുകൊണ്ട് മണിപ്പൂർ ബജറ്റ് പാസ്സാക്കേണ്ടത് പാർലമെൻ്റ് ആയതുകൊണ്ട് അതേക്കുറിച്ചൊരു ചർച്ച നടക്കുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. യശ്വന്ത് വർമ്മയുടെ ഇംപീച്ച്മെൻറ്റുമായി ബന്ധപ്പെട്ട് സർക്കാരിൻ്റെ നിലപാടുകളെ പിന്തുണയ്ക്കണമെന്നാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. സ്വന്തം നിലയ്ക്ക് പ്രതിപക്ഷം തന്നെ ഒരു ഇംപീച്ച്മെൻറ്റ് നോട്ടീസ് നൽകുന്നുണ്ട്. രാജ്യസഭയിൽ അത് സംബന്ധിച്ചുള്ള പ്രക്രിയ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോഴും ഈ ശേഖർ യാദവിനെ സംബന്ധിച്ച്, അത് ഈ കപിൽ സിബൽ അടക്കമുള്ള അഭിഭാഷകർ ഈ യശ്വന്ത് വർമ്മയ്ക്കെതിരായ നടപടിയെ അവർ സ്വാഗതം ചെയ്യുന്നില്ല. അവരവിടെ ഒരു വേർതിരിവ്, ഒരു വിവേചനം നേരിടുന്നു എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ഞങ്ങൾ പറഞ്ഞിരിക്കുന്ന സർക്കാരിനോട് ശേഖർ യാദവുമായി ബന്ധപ്പെട്ട ജസ്റ്റിസ് ശേഖർ യാദവിൻ്റെ ഇംപീച്ച്മെൻറ്റ് നോട്ടീസാണ് ഞങ്ങൾ ആദ്യം നൽകിയത്. അതും കൂടി എടുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് അതിനെ മാറ്റിവെച്ചുകൊണ്ട് ഇത് എടുക്കാനല്ല ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത്, രണ്ടും കൂടി ഒരുമിച്ചെടുക്കണം. ജുഡീഷ്യറിയുടെ വിശ്വാസ്യത കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ഏത് നടപടി സ്വീകരിച്ചാലും അതിനെ ഞങ്ങൾ പിന്തുണയ്ക്കും. പക്ഷേ ശേഖർ യാദവിൻ്റെ ഇംപീച്ച്മെൻറ്റ് നോട്ടീസ് ഇതുവരെ പരിഗണിക്കാതെ മറ്റേത് മാത്രം എടുക്കരുത്, രണ്ടും കൂടി എടുക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ സമ്മേളനത്തിന്റെ ആദ്യ ആഴ്ചയിൽ തന്നെ പ്രധാനമന്ത്രി വിദേശ സന്ദർശനത്തിന് പോകുന്ന റിപ്പോർട്ടുകളുണ്ട്. പാർലമെൻറ്റിൻ്റെ ഒരു കീഴ്വഴക്കെന്ന് പറഞ്ഞാൽ, പാർലമെൻറ്റ് സമ്മേളനം നടക്കുമ്പോൾ പ്രധാനമന്ത്രിയോ മന്ത്രിമാരോ സാധാരണഗതിയിൽ രാജ്യം വിട്ടുപോകാറില്ല. പക്ഷേ അത്തരത്തിലുള്ള ആരോഗ്യപരമായിട്ടുള്ള കീഴ്വഴക്കങ്ങളൊക്കെ മോഡി സർക്കാരിൻ്റെ കാര്യത്തിൽ ബാധകമല്ല എന്നുള്ള കാര്യം നമ്മൾ കുറേ വർഷങ്ങളായിട്ട് മനസ്സിലാക്കിയതാണ്. എന്തായാലും ഈ പാർലമെൻറ്റ് സമ്മേളനത്തിൻ്റെ തുടക്കത്തിൽ തന്നെ നിങ്ങളോട് നമ്മൾ പറയുകയാണ്, പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകുന്നതാണ്.